അള്ളാഹു ഒരു രാജ്യത്ത് നിർഭയത്വം നൽകി കഴിഞ്ഞാൽ ആ നിർഭയത്വത്തെ രണ്ട് നിലക്ക് ആളുകൾക്ക് ഇല്ലാതെയാക്കാൻ പറ്റും. ഒന്ന് പ്രവൃത്തിയിലൂടെ, മറ്റൊന്ന് വാക്കിലൂടെ. ഒരു വേള ഒരു രാജ്യത്ത് ഒരു പ്രശ്നവും ഉണ്ടാവില്ല, പക്ഷെ മനുഷ്യന്മാരുടെ നാവ് വമ്പിച്ച പ്രശ്നമായിരിക്കും. ഈ നാവിൽ മാത്രമേ ആ പ്രശ്നം ഉണ്ടാവുള്ളൂ, നാട്ടിലുണ്ടാവുകയുമില്ല. നാവിലെ പ്രശ്നം ഉണ്ടാവുകയുള്ളൂ. ജനങ്ങളെ പറഞ്ഞു പേടിപ്പിക്കുക, കണ്ടതും കേട്ടതുമൊക്കെ വിശ്വസിച്ച് പ്രചരിപ്പിക്കുകയും ചെയ്യുക. അത് പാടില്ല എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. വൈദാ ജാഅഹും അംറുൻ മിനൽ അംനി അവൽ ഖൗഫി അദാഉ ബിഹി വലൗ റദ്ദൂഹു ഇല റസൂലി വഇലാ ഉലിൽ അംരി മിൻഹും ലഅലിമഹു അല്ലദീന യസ്തംബിതൂനഹു മിൻഹും വലൗലാ ഫദ്ലുല്ലാഹി അലൈക്കും വറഹ്മതുഹു ലത്തബഅതുമുശ് ശൈത്താന ഇല്ലാ ഖലീല. യുദ്ധത്തെക്കുറിച്ചോ നിർഭയത്തെ സംബന്ധിച്ച ഒരു വാർത്ത വന്നാൽ അവരതാ പ്രചരിപ്പിക്കുകയായി. ആരാണ് ഈ വാർത്ത കൊണ്ടുവന്നത്, ആരാണിത് പറയുന്നത്, ഒന്നും അവർ നോക്കുന്നില്ല. സകല ചാനലുകളും അവർ കാണും. ഒരു അഡ്രസ്സില്ലാത്തവർ പറയുന്നതും അവർ കേൾക്കും. അതൊക്കെ പ്രചരിപ്പിക്കുകയും ഷെയർ ചെയ്യുകയും ചെയ്യും. ആരാണ്, എന്താണ് എന്നൊന്നും അന്വേഷിക്കുന്നില്ല. പ്രവാചകന്റെ കാലഘട്ടത്തിലും അങ്ങനെ ചിലരുണ്ടായിരുന്നു. എന്തും വാർത്തയാക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്, നിങ്ങൾക്ക് വിവരമുള്ളവരോട് ചോദിച്ച് ശരിയായ അതോറിറ്റിയിൽ നിന്ന് കാര്യങ്ങൾ പഠിച്ചാൽ എന്താണ്? അള്ളാഹുവിന്റെ ഫളിലായിരുന്നെങ്കിൽ ലത്തബഅതുമുശ് ശൈത്താന ഇല്ലാ ഖലീല, നിങ്ങളിൽ ഒരു ന്യൂനപക്ഷം ഒഴികെ ബാക്കി എല്ലാവരും പിശാചിന്റെ പിന്നാലെ പോകുമായിരുന്നു എന്ന് പറഞ്ഞാൽ തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കലും ജനങ്ങളെ ഭയപ്പെടുത്തലും പിശാചിന്റെ ഏർപ്പാടാണ്. അതിൽ പിശാചിന് വല്ലാത്തൊരു സന്തോഷമുണ്ട്. യാ അയ്യുഹല്ലദീന ആമനൂ ഇൻ ജാഅകും ഫാസിഖുൻ ബിനബഇൻ ഫതബയ്യനൂ. വിശ്വാസികളെ, അധർമ്മകാരിയായ ഒരാൾ ഒരു വാർത്തയുമായി വന്നാൽ നിങ്ങൾ അതിനെക്കുറിച്ച് അന്വേഷിക്കണം. വാർത്തകൾ പ്രചരിപ്പിക്കുന്നവരിൽ മഹാഭൂരിപക്ഷവും ഫാസിക്കുകളാണ്, അധർമ്മകാരികളാണ്, സത്യസന്ധരല്ല. അതുകൊണ്ട് അതിനെല്ലാം ചെവി കൊടുക്കേണ്ടതില്ല, അതെല്ലാം പറയാനും പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, കഫാ ബിൽ മർഇ ഇസ്മൻ അൻ യുഹദ്ദിസ ബികുല്ലി മാ സമിഅ. ഒരു വ്യക്തിക്ക് പാപഭാരം പേറാൻ ഇത് മാത്രം മതി. എന്ത്? അൻ യുഹദ്ദിസ ബികുല്ലി മാ സമിഅ. കേട്ടതൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുക. എവിടുന്ന് എന്തൊക്കെ കാലകീലകൾ കേട്ടിട്ടുണ്ടോ അതൊക്കെ പറയുക എന്നുള്ളത് ഒരിക്കലും പാടില്ലാത്തതാണ്. പേടിയുടെ വാർത്തകൾ ഒരിക്കലും നൽകരുത്. ലാ യഹില്ലു ലിമുസ്ലിമിൻ അൻ യുറവ്വിഅ മുസ്ലിമാ. ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിനെ ഭയപ്പെടുത്താൻ അനുവാദമില്ല, ഹറാമാണ്. ഒരാളെ പേടിപ്പിക്കാൻ പാടില്ല വാക്കുകൾ കൊണ്ട്. പല ഭീതികളും നാവിലും വാട്സപ്പുകളിലും അതേപോലുള്ള സംവിധാനങ്ങളിലും മാത്രമാണ് നാട് സമാധാനപരമാണ്. അതുകൊണ്ട് ഒരു രാജ്യത്തിന്റെ സമാധാനത്തെ, സ്വസ്ഥതയെ, ജനങ്ങളുടെ സമാധാനത്തെ ഒരിക്കലും നമ്മൾ നശിപ്പിക്കാൻ പാടില്ല.